അപ്പോൾ നമുക്ക് ആദ്യം അനൂപ് ദാസിലേക്ക് പോയാലോ. ഡൽഹി വിശേഷം എന്താണെന്നൊന്ന് അറിയാം. അനൂപ് ദാസ്, ഡൽഹിയിലെ മലയാളികൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. ഇവിടെ മയൂർ വിഹാർ ക്ഷേത്രത്തിൽ തിരക്കുണ്ടോ? മോത്തി, നല്ല തിരക്കാണ്. ഇത് മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. ആദ്യം ഞാൻ ഇവിടുത്തെ കണി ഒരുക്കിയത് കാണിച്ചു തരാം. ഇതാ സുന്ദരമായി കണി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വർഷവും മയൂർ വിഹാറിലെ ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് മലയാളികൾ പുലർച്ചെ മുതൽ എത്തും, കണി കാണും. അതിനുശേഷം ഇവിടെ തന്നെ പ്രഭാത ഭക്ഷണമെല്ലാം ഒരുക്കിയിട്ടുണ്ടാകും. ക്ഷേത്ര പ്രതിനിധികൾ അതെല്ലാം കഴിച്ചാണ് ആളുകൾ പിരിഞ്ഞു പോകാറ്. നമുക്കിപ്പോൾ തന്നെ കാണാം, 100 കണക്കിന് പേർ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി ഇതാ ക്ഷേത്രത്തിന്റെ പടി കടന്ന് എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചില മലയാളികളോട് കൂടി സംസാരിക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. വിഷു ആശംസകൾ. എങ്ങനെയുണ്ട് ഡൽഹിയിലെ വിഷു ആഘോഷം? അസലായി, അടിപൊളി. എന്തൊക്കെയാ പരിപാടി? ഇപ്പൊ രാവിലെ വന്ന് കണി കണ്ട് വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കും? സദ്യ, സാമ്പാർ, അവിയൽ, പച്ചടി, ഇഞ്ചിപ്പുളി. ഹലോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നമ്മളെ പേരെന്താ? കണി കണ്ടോ? ഓക്കെ. ഇങ്ങനെ മോത്തീത നമ്മൾ ആദ്യം ഒരുപാട് ആളുകളുടെ തിരക്ക് കണ്ടു. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 100 കണക്കിന് പേർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഡൽഹിയിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഇങ്ങനെ കണി വെക്കുകയോ അതല്ലെങ്കിൽ വിഷു ആഘോഷിക്കുകയോ ചെയ്യുന്നൊരു പതിവില്ല. മലയാളികൾ പരമാവധി എത്താറ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് നാടിൻ്റെ ഒരു സന്തോഷവും ഒപ്പം തന്നെ നാടിൻ്റെ ഒരു സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ ഉള്ള അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ദിവസങ്ങളിൽ ഒന്ന് എന്ന് നമുക്ക് ഈ വിഷുദിനത്തെ പറയാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എവിടെയാ നാട്ടില് ട്രിവാൻഡ്രത്ത് അരിനാട് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഇവിടെ ഡൽഹിയിലെ വിഷു ആഘോഷം? വളരെ ഗംഭീരമായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തോട് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? മിക്കവാറും എല്ലാ വർഷവും വരാറുണ്ട്. വീട്ടിലും സദ്യയൊക്കെ വെച്ചിട്ട് ആഘോഷം. ഹാപ്പി വിഷു ചേച്ചി. ഹാപ്പി വിഷു. പേരെന്താ? സാന്ദ്ര. നാട്ടില് ട്രിവാൻഡ്രം. വിഷു ഉഷാറല്ലേ ചേച്ചി? എൻ്റെ പേര് ശ്രീകുമാരി. നാട്ടിലെ തിരുവനന്തപുരം. മോളെ 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 വാ വാ. എന്താ പേര്? എങ്ങനെയുണ്ട് ഡൽഹിയിലെ വിഷു? ആണോ? ഇവിടെ ഒരുപാട് വർഷമായി ഇവിടെ ഡൽഹിയിൽ. ഇവിടുത്തെ ആഘോഷമൊക്കെ ഉഷാറാറുണ്ട്. പടക്കം പൊട്ടിച്ചോന്നല്ലേ? പടക്കം പൊട്ടിക്കാൻ പറ്റില്ല അല്ലേ? എന്താ എന്താ ഏട്ടാ? ആഗ്രഹമുണ്ട് പടക്കം പൊട്ടിക്കാൻ, പക്ഷെ പറ്റൂല. കാര്യം ഡൽഹിയിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിലൊക്കെ വിലക്കാണ്. നമ്മുടെ നാട്ടില് ഇന്നലെയൊക്കെ പടക്കം പൊട്ടിക്കലും കമ്പത്തിരി കത്തിക്കലൊക്കെ ഒരു വലിയ ആഘോഷമാണല്ലോ. പക്ഷെ ഇവിടെ ഇത് നടക്കൂല. കാര്യം സർക്കാർ തന്നെ പടക്കം പൊട്ടിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാര്യം ഇവിടെ വലിയ പൊല്യൂഷൻ ആയതുകൊണ്ട്. എന്തായാലും സദ്യ വെച്ചും കണി കണ്ടും എല്ലാം വിഷു ആഘോഷിക്കുന്നുണ്ട്. 100 കണക്കിന് പേർ ഇവിടെ ഇങ്ങനെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. വിഷു ആഘോഷം, സന്തോഷം മലയാളികൾ മറുനാട്ടിലും. അപ്പോ മയൂർ വിഹാറിലെ ഈ ക്ഷേത്രം കണ്ടിട്ട് അത് കേരളമല്ല എന്ന് തോന്നുന്നേയില്ല. മലയാളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ വിഷുവിന്റെ പ്രത്യേക വസ്ത്രധാരണങ്ങളൊക്കെ കൊണ്ട് അവിടെ ഗംഭീരമായിട്ടുണ്ട്. ഏതായാലും അനൂപ് ദാസിനെയും അങ്ങനെ മലയാളി വേഷത്തിൽ കണ്ടതിൽ വളരെ സന്തോഷം. വിഷു ആശംസകൾ നേരുന്നു കേട്ടോ.